എല്ലാവർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഏഴാമത്തെ ചാപ്റ്ററായ സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്, അതായത് വ്യാവസായിക പ്രാധാന്യമുള്ള ചില മൂലകങ്ങൾ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്? നെല്ല് വിതയ്ക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നില്ലേ. നെല്ല് പാകുന്ന ഒരു ചിത്രമാണ്, നെൽച്ചെടികൾ പാകുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം കാർഷിക വിളകളൊക്കെ, ഏത് കാർഷിക വിളകളായാലും അതിന്റെ ശരിയായ വളർച്ചയ്ക്കും അവയുടെ ഉൽപാദനക്ഷമത കൂട്ടുന്നതിനൊക്കെ എന്താണ് ധാരാളം വളങ്ങൾ ആവശ്യമായിട്ടുണ്ട് അല്ലേ. അപ്പൊ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം നൈട്രജൻ വേണം, പൊട്ടാസ്യം, കാൽസ്യം, സൾഫർ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ വേണം ഇല്ലേ. അപ്പൊ വിളവിറക്കുന്നതിന് മുന്നേ എന്താണ് ഈ മണ്ണിന്റെ ആസിഡ്, ബേസിക് അതൊക്കെ നമ്മൾ പരിശോധിച്ച് കൃത്യമായിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളങ്ങളൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ വിളവ് ലഭിക്കുകയൊക്കെ ചെയ്യും. അപ്പം കാർഷിക വിളകൾ അല്ലെങ്കിൽ വിളവിറക്കുന്നതിന് മുന്നേ നമ്മൾ മണ്ണിന്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇല്ലേ. അപ്പം അങ്ങനെയുള്ള വ്യവസായ രംഗങ്ങളിൽ പ്രധാനമായിട്ടുള്ള ചില രാസവസ്തുക്കളുടെ നിർമ്മാണവും അവയുടെ എങ്ങനെയാണ് അവയുടെ സവിശേഷതകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, വാട്ട് ആർ ദി എലമെന്റ്സ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം നൈട്രജൻ ആവശ്യമാണ്, പിന്നെ എന്താണ് ഫോസ്ഫറസ് ആവശ്യമാണ്, പൊട്ടാസ്യം ഇല്ലേ, പിന്നെ എന്താണ് കാൽസ്യം വേണം, മഗ്നീഷ്യം ഇല്ലേ, അതുപോലെ തന്നെ സൾഫർ, ഇതൊക്കെ ആവശ്യമാണ്. ഇനിയുണ്ട് വേറെ കണ്ടന്റുകളൊക്കെ ആവശ്യമായിട്ടുള്ളതെങ്കിലും പ്രധാനമായിട്ടും ഇത്രയും കണ്ടന്റുകളൊക്കെയാണ് വളർച്ചയുടെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പൊ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് ഇത്തരം മൂലകങ്ങളൊക്കെ വേണം. അപ്പൊ ആ മൂലകങ്ങൾ അടങ്ങിയ വളങ്ങളൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് അല്ലേ. അപ്പോൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഈ മൂലകങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് കണ്ടല്ലോ. അപ്പോൾ അതിലുപയോഗിക്കുന്ന അല്ലെങ്കിൽ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ കണ്ടന്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ഈ അമോണിയ എന്ന് പറയുന്നത് കേട്ടോ. അമോണിയ NH3 ആണ് കേട്ടോ അമോണിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അമോണിയ ഈസ് എ കെമിക്കലാണ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് നൈട്രജീനിയസ് ഫെർട്ടിലൈസേഴ്സ് വിച്ച് ആർ റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ വളങ്ങൾ, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് നൈട്രജൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നൈട്രജൻ വളങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? അമോണിയ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ അമോണിയ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വാഷ് ഗ്ലാസ് എടുക്കുക. ഇങ്ങനെ ഒരു വാഷ് ഗ്ലാസ് എടുത്ത് വെച്ച് അതിലേക്ക് എന്താണ് വെച്ചിരിക്കുന്നത്? അതേ നോക്കിയാൽ അമോണിയം ക്ലോറൈഡ് കേട്ടോ. അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ കാൽസ്യം ഹൈഡ്രോക്സൈഡും ഇടുക. എന്നിട്ട് അത് മിക്സ് ചെയ്യുക. ഒരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താണ് അമോണിയം ഗ്യാസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നല്ലോ. പിന്നെ ഇക്വേഷൻ പറയുവാണെങ്കിൽ നമുക്ക് പറയാം ഏത് അമോണിയം ക്ലോറൈഡ് കേട്ടോ. NH ഫോർ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? NH4Cl. പിന്നെ എന്താണ് പറയുന്നത്? കാൽസ്യം ഇല്ലേ, കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്താണ് അവിടെ ഉണ്ടാകുന്നത്? അമോണിയ ഉണ്ടാകുന്നുണ്ട്. അമോണിയ മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ കാൽസ്യം ക്ലോറൈഡും, അതായത് NH3 ആണ് അമോണിയ എന്ന് പറഞ്ഞു. NH3 ഉണ്ടാകുന്നുണ്ട്, കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് ജലവും ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് അവിടെ എന്താണ് ഉണ്ടാകുന്നത്? അമോണിയ ആണ് ഉണ്ടാകുന്നത്. ഈ ഉണ്ടാകുന്ന അമോണിയക്ക് ചില പ്രത്യേകതകളുണ്ട്. അമോണിയം ഗ്യാസ് ആണ് കേട്ടോ. അതാ നമ്മൾ ആ പ്രൊഡക്റ്റ് അമോണിയയുടെ നമ്മൾ മണവും അതുപോലെ തന്നെ ഗ്യാസും ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അമോണിയക്ക് ഗ്യാസ് എങ്ങനെയാണ്? അമോണിയയുടെ കളർ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് കളറല്ല, കളർലെസ് ആണ് കേട്ടോ. കളർലെസ് ആണ്. അതുപോലെ തന്നെ സ്മെല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പഞ്ചന്റ് സ്മെല്ലാണ്. പഞ്ചന്റ് സ്മെൽ എന്ന് വെച്ചാൽ രൂക്ഷഗന്ധമാണ് കേട്ടോ. അതായത് നമുക്ക് മൂക്കിലേക്ക് തുളച്ച് കയറുന്ന രൂക്ഷഗന്ധം ഉണ്ടാകും. അങ്ങനെയുള്ള രൂക്ഷഗന്ധമാണ് അമോണിയയുടെ. അപ്പോൾ അമോണിയ ഗ്യാസ് ഉണ്ടായെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇങ്ങനെ ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്യും, അത് കഴിയുമ്പോൾ മണം, അതിന് കളറൊന്നും ഉണ്ടായില്ല, പക്ഷേ നല്ല രൂക്ഷഗന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതവിടെ അമോണിയ ഉണ്ടായിട്ടുണ്ടെന്നത്. മനസ്സിലാവുന്നല്ലോ. ഇനി അതെല്ലാം നമുക്ക് മറ്റൊരു രീതിയിൽ നമുക്ക് അമോണിയ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ്. ഞാൻ നോക്കിയേ, മോയിസ്റ്റ് ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ ആർ ഷോൺ എബോവ് ദ വാച്ച് ഗ്ലാസ്. നമ്മൾ വാച്ച് ഗ്ലാസ്സിലല്ലേ എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പം എന്താണ് ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? നനച്ച ലിറ്റ്മസ് പേപ്പർ, അതായത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറും അതുപോലെ തന്നെ റെഡ് ലിറ്റ്മസ് പേപ്പറും ഈ വാച്ച് ഗ്ലാസിന്റെ മുകളിലേക്ക് കാണിക്കുക. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? ചുവന്ന ലിറ്റ്മസ് പേപ്പർ, ബ്ലൂവും റെഡും കാണിക്കുന്നുണ്ട്. അപ്പം ഈ ചുവന്ന ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളർ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ചുവന്ന ലിറ്റ്മസ് പേപ്പർ എന്താണ് ബ്ലൂ കളർ ആവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അതവിടെ കാണിക്കുന്നത് ബേസിക് നേച്ചർ ആണ് കേട്ടോ. ബേസിക് നേച്ചർ, അതായത് ലിറ്റ്മസ് പേപ്പറിനുണ്ടായ നിറവ്യത്യാസം ആ ഗ്യാസിന്റെ ഒരു പ്രത്യേകതയാണ് കാണിക്കുന്നത്. അതായത് ബേസിക് സ്വഭാവം, ആ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു ബേസിക് സ്വഭാവമുള്ള ഗ്യാസാണ്. അപ്പോൾ ഇതാ നോക്കുക,
moist blue and red litmus papers are shown above the batch glass. Which litmus paper shows a change in color? ഏതാണ്? റെഡ് ലിറ്റ്മസ് പേപ്പർ ആണ് കളർ ചേഞ്ച് ചെയ്യുന്നത്. എങ്ങനെയാവുന്നുണ്ട്? റെഡ് ഇല്ലേ, റെഡ് എന്താവുന്നുണ്ട്? ബ്ലൂ ആവുന്നുണ്ട്. റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറുന്നുണ്ട്? ബ്ലൂ കളർ ആവുന്നുണ്ട്. ബിക്കംസ് ബ്ലൂ എന്ന് പറയാം കേട്ടോ. റെഡ് ബിക്കംസ് ബ്ലൂ ആവുന്നുണ്ട്. Then what property of the gas is indicated by the change in color of the litmus paper? അതായത് ലിറ്റ്മസ് പേപ്പർ എന്തായ റെഡ് എന്തായ ബ്ലൂ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ വാതകത്തിന്റെ ഏത് സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത്? ബേസിക് നേച്ചർ ആണ് കേട്ടോ. വാതകത്തിന്റെ ബേസിക് നേച്ചർ ആണ് അവിടെ കാണിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ. അപ്പൊ അമോണിയയുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടല്ലോ. എന്തൊക്കെ പറയാം? അമോണിയയുടെ പ്രത്യേകതകളായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? കളർ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് പറയാം കളർലെസ് എന്ന് പറയാം ഇല്ലേ? കളർലെസ് ആണ് അമോണിയ, കളർലെസ് ആണ്. പിന്നെന്താണ്? പഞ്ചന്റ് സ്മെല്ലാണ് ഇല്ലേ? പഞ്ചന്റ് സ്മെല്ല് എന്ന് പറയാം ഇല്ലേ? പഞ്ചന്റ് സ്മെല്ലാണ്. അമോണിയയുടെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അമോണിയയുടെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ അമോണിയ എന്ന് പറയുമ്പോൾ കളർലെസ് ആണ്, പഞ്ചന്റ് സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ്? ടേൺസ് ഇല്ലേ? നമുക്ക് എന്ത് പറയാം? ടേൺസ് ഇല്ലേ? ബ്ലൂ. പിന്നെന്താണ്? അത് ബേസിക് ആണ് ഇല്ലേ? ബേസിക് ഇൻ നേച്ചർ ആണ്. ഇതൊക്കെ നമുക്ക് എന്ത് പറയാം? അമോണിയയുടെ സവിശേഷതകളായിട്ട് നമുക്ക് പറയാം. മനസ്സിലായല്ലോ. അപ്പൊ റിയാക്ഷൻ ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ചോദിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ദാറ്റ് ഒക്കേർഡ് ഇൻ ദ ബാച്ച് ഗ്ലാസ്. ബാച്ച് ഗ്ലാസ് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ അതിന്റെ കംപ്ലീറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും ആണ് അവിടെ. എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? അമോണിയ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താണ്? ജലവും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട്. ജലവും കാൽസ്യം ക്ലോറൈഡും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇക്വേഷൻ ബാലൻസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 2 വരും. പിന്നെന്താണ്? ഇവിടെ ഒരു 2 വരും കേട്ടോ. അപ്പൊ ഇത്രയുമാണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് അവിടുത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അമോണിയ ഉണ്ടാകുന്ന ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി നമ്മളിപ്പോൾ വാഷ് ഗ്ലാസ്സിലാണല്ലോ അമോണിയ ഉണ്ടാക്കിയത്. ഇനി അമോണിയ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം പരീക്ഷണശാലയിൽ കേട്ടോ. അതാ നോക്കിയേ, പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഇൻ ദ ലബോറട്ടറി. അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാണാലോ. എന്താണ്? ഒരു ടെസ്റ്റ് ട്യൂബിലാണല്ലേ അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും എടുത്തിരിക്കുന്നത്. ഈ ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുകയാണേ. പിന്നെ എന്താണ്? അവിടെ ഹീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ്? അമോണിയം ഗ്യാസ് അവിടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അമോണിയം ഗ്യാസ് പുറത്തോട്ട് പോകാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു എന്താണ് ഒരു ട്യൂബ് വഴി കേട്ടോ, ഒരു ഗ്ലാസ് ട്യൂബ് വഴി ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡ്രൈയിങ് ടവർ ആണ് കേട്ടോ. അതാ നോക്കി, ഇതെന്ന് പറഞ്ഞ ഒരു ഡ്രൈയിങ് ടവർ ആണ്. ആ ഡ്രൈയിങ് ടവറിന്റെ അടിഭാഗത്തായിട്ട് കാൽസ്യം ഓക്സൈഡ് വെച്ചിട്ടുണ്ട്. നീറ്റുകൊക്കെ കേട്ടോ. കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ഇതാണ് ക്വിക്ലൈം എന്നൊക്കെ പറയല്ലേ? ക്വിക്ലൈം കേട്ടോ. ക്വിക്ലൈം അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ്, അതായത് നീറ്റുകൊക്കെയാണ് കേട്ടോ. ഇത് ക്വിക്ലൈം അല്ലെങ്കിൽ നീറ്റുകൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ അമോണിയ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. അമോണിയ ഗ്യാസ് ഈ ട്യൂബ് വഴി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അമോണിയ ഗ്യാസ് ഈ നീറ്റുകൊക്കെ അല്ലെങ്കിൽ ക്വിക്ലൈമിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ക്വിക്ലൈം ഇവിടെ വെക്കാൻ കാരണം ഇതിലെന്താണ്? വാട്ടർ കണ്ടന്റ് കാണാം, അതായത് വേപ്പേഴ്സ് കാണാം. ആ വേപ്പേഴ്സിനെ എന്താണ്? റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് കാണാം. ആ മോയ്സ്ചർ കണ്ടന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇതിൽ കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്വിക്ലൈം ആഡ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതിലും വഴി പോകുന്ന ആ അമോണിയം ഗ്യാസ് ഈ ക്വിക്ലൈമിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ്? അതിലുള്ള മോയ്സ്ചർ കണ്ടന്റോടെ റിമൂവ് ചെയ്യും. ഓക്കെ ആണല്ലോ. അങ്ങനെ മോയ്സ്ചർ കണ്ടന്റ് എല്ലാം റിമൂവ് ചെയ്ത് അമോണിയ പിന്നെ എങ്ങോട്ട് പോകുന്നുണ്ട്? ട്യൂബ് വഴി ഇത് കണ്ടില്ലേ? ഇവിടെ എന്താണ്? ഒരു ജാറാണ് കേട്ടോ. ഈ ജാർ ഇവിടെ ഇൻവേർട്ടഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഓപ്പണിംഗ് നോക്കി, ഈ ഭാഗത്താണ് കേട്ടോ. അത് ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഇതിലേക്ക് പോകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കമഴ്ത്തി വെക്കാൻ കാണുമെന്ന് പറഞ്ഞിരിക്കുന്നത്? അമോണിയ എന്ന് വെച്ചാൽ ലെസ് ഡെൻസിറ്റി ആണ് കേട്ടോ. അമോണിയയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഡെൻസിറ്റി കേട്ടോ. ലെസ് ഡെൻസിറ്റി ആണ് അമോണിയയ്ക്ക് ഉള്ളത്. എയറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. അപ്പം എന്താണ്? അതിവിടെ ഈ മോൾ ഭാഗത്തായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ, ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ഈ ജാർ ഇങ്ങനെ തലകുത്തനെ വെച്ചിരിക്കുന്നത്. ലെസ് ഡെൻസിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യും? ആ ജാറിന്റെ മോൾ ഭാഗത്തായിട്ട് ട്രാപ്പ് ചെയ്ത് നിൽക്കും. എയറിനേക്കാളും ലൈറ്റർ ആണ് കേട്ടോ. അപ്പം ഈ ഗ്ലാസ് ജാറിന്റെ ഇവിടെ മോൾ ഭാഗത്ത് ട്രാപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് ഈ ജാർ ഇങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയാണ് അമോണിയ നിർമ്മിക്കുന്നത്. ഓക്കെ ആണല്ലോ. അത് അവിടെ നോക്കൂ കേട്ടോ. യു ഹാവ് നോട്ടീസ് ദാറ്റ് എ ഡ്രൈയിങ് ടവർ ഈസ് യൂസ്ഡ് ഇൻ ദ പിക്ചർ. കണ്ടില്ലേ? ഒരു ഡ്രൈയിങ് ടവർ ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? അതാ നോക്കൂ കേട്ടോ. അതൊക്കെ ആൻസർ ആണ് കേട്ടോ. വെൻ അമോണിയ ഈസ് പാസ്ഡ് ത്രൂ ക്വിക്ലൈം ഇൻ ദ ഡ്രൈയിങ് ടവർ ദ മോയ്സ്ചർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ് ഈസ് റിമൂവ്ഡ്.
അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ ഡ്രൈയിങ് ടവർ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ക്വിക്ക് ലൈം ഉപയോഗിച്ചിരിക്കുന്നത്? അമോണിയം ഗ്യാസിലുള്ള മോയ്സ്ചർ കണ്ടന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ ചോദിക്കാം, ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തിനു വേണ്ടിയാണ് ഡ്രൈയിങ് ടവർ ഉപയോഗിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതാണ് മോയ്സ്ചർ കണ്ടന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഡ്രൈയിങ് ടവർ അല്ലെങ്കിൽ ക്വിക്ക് ലൈം ഒക്കെ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതാന്ന് നോക്കിയേ, ദ ജാർ ഈസ് യൂസ്ഡ് ഫോർ കളക്ടിങ് അമോണിയ ഈസ് കെപ്റ്റ് ഇൻവേർട്ടഡ്. അതും ചോദിക്കാം, എന്തുകൊണ്ടാണ് അമോണിയ കളക്ട് ചെയ്യുന്ന ജാറ് ഇൻവേർട്ടഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്? എന്താണ് റീസൺ? റൈറ്റ് ദ റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. റിലേറ്റിംഗ് ടു ഡെൻസിറ്റി ഓഫ് അമോണിയ. അമോണിയയുടെ ഡെൻസിറ്റി അല്ലേ, ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ്? അമോണിയ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ലൈറ്റർ ദാൻ എയർ ആണ് കേട്ടോ. സോ ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എയർ എന്ന് പറയാം കേട്ടോ. അതായത് ജാറിങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ട് വെക്കുമ്പോൾ ലെസ് ഡെൻസ് ആയിട്ടുള്ള അമോണിയ ഈ ജാറിൽ ഇവിടെ കളക്ട് ആവാൻ വേണ്ടിയാണ് അതങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ട് വെക്കുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ എഴുതിയിട്ടുണ്ട്. അമോണിയ ഈസ് ലൈറ്റർ ദാൻ എയർ, ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ, സോ ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എയർ. ഹെൻസ് ദ ഗ്യാസ് ജാർ ഈസ് കെപ്റ്റ് ഇൻവേർട്ടഡ് ടു അലോ അമോണിയ ടു റൈസ് ആൻഡ് ഗെറ്റ് കളക്റ്റഡ് പ്രോപ്പർലി. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ ഇൻവേർട്ടഡ് ആയിട്ട് ഈ ഗ്യാസ് ജാർ ഇവിടെ വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ അമോണിയ ഉപയോഗിച്ചിട്ട് മറ്റൊരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം എന്താണെന്നുള്ളത്. ഇതാ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആണ് കേട്ടോ, ഒരു ചൂട് വരേണ്ട ഒരു ഫ്ലാസ്ക് ആണ്. അതിലേക്ക് അമോണിയ ഇവിടെ ശേഖരിച്ചിരിക്കുകയാണ് കേട്ടോ. അമോണിയ ഇതിലേക്ക് ശേഖരിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞ്. എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് അറേഞ്ച്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? അമോണിയ ഗ്യാസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ജെറ്റ് ട്യൂബ് കണ്ടില്ലേ, ഒരു ജെറ്റ് ട്യൂബ്, ഇതേ ഒരു കോർക്ക് വഴി ഒരു ജെറ്റ് ട്യൂബ് ഇങ്ങോട്ട് താഴേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? ഒരു ട്രേ എടുത്തിട്ടുണ്ടോ, ആ ട്രേയിൽ എന്താണ്? വെള്ളം ഉണ്ട് അതിൽ. പിന്നെ എന്താണ്? ഫിനോഫ്തലിനില്ലേ, വെള്ളം ഫിനോഫ്തലിനായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കാണ് ജെറ്റ് ട്യൂബ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ കോർക്കിലേക്ക് അവിടെ ഒരു സിറിഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സിറിഞ്ച് ഈ കോർക്കിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ സിറിഞ്ചിൻ്റെ അകത്ത് വെള്ളമാണുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അറേഞ്ച്മെന്റ് മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ജെറ്റ് ട്യൂബ് ഉണ്ടല്ലോ, അത് ഇവിടെ ഈ ഫിനോഫ്തലിൻ ആയിട്ട് മിക്സ് ചെയ്ത വാട്ടർ ഉണ്ട്, അതിലേക്ക് മുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സിറിഞ്ച് ഉപയോഗിച്ച് വാട്ടർ ഇവിടെ അമോണിയ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? അമോണിയ ഉണ്ട്, NH3 അമോണിയ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ സിറിഞ്ച് ഉപയോഗിച്ച് നമ്മൾ എന്താണ്? വെള്ളം ഇതിലേക്ക് ഈ ഫ്ലാസ്കിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫിനോഫ്തലിൻ വിത്ത് വാട്ടർ ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഈ വാട്ടർ ഈ ജെറ്റ് ട്യൂബ് വഴി ഇതിലേക്ക് പെട്ടെന്ന് റഷ് ചെയ്ത് പോകുന്നത് കാണാം. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ റഷ് ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വാട്ടർ എന്താണ്? ഫിനോഫ്തലിനുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, പിങ്ക് കളറിലായിട്ട് അതിങ്ങനെ ഫൗണ്ടൻ പോലെ ഫോം ചെയ്യും. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ അമോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ് അല്ലേ, അത് വെള്ളം ഇഞ്ചക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അത് സോലുബിൾ ആവുന്നുണ്ട്, ലയിക്കുന്നുണ്ട്. അമോണിയ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ലയിക്കുന്ന ഒരു ഗ്യാസ് ആണ് കേട്ടോ. പെട്ടെന്ന് നല്ലോണം സോലുബിൾ ആവുന്ന, ഹൈലി സോലുബിൾ ആണ് അമോണിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വെള്ളം നമ്മൾ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കുന്നു? അമോണിയ അവിടെ ഡിസോൾവ് ആവും. മനസ്സിലാവുന്നു? അപ്പോൾ ഡിസോൾവ് ആയി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഉള്ളിലെ പ്രഷർ അവിടെ കുറയും. ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ എങ്ങനെയാണ്? പ്രഷർ അവിടെ കുറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്താണ്? അവിടെ പ്രഷർ കുറഞ്ഞ് കഴിയുമ്പോൾ അത് വാക്വം സ്റ്റേജിലേക്കാണ്. അപ്പം എന്താണ്? പുറത്ത് പ്രഷർ കൂടുതലല്ലേ. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് ഇരച്ചങ്ങോട്ട് കയറും. ഇവിടുത്തെ പ്രഷർ കുറഞ്ഞു, ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ കുറഞ്ഞു. അമോണിയ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ സോലിബിൾ ആവും. അപ്പോൾ ഉള്ളിലെ പ്രഷർ കുറയും. അപ്പം എന്താണ്? ഇവിടെ അല്ലേ പ്രഷർ കൂടുതലല്ലോ. അപ്പോൾ ഇവിടുന്ന് ആ പ്രഷറിൽ വെള്ളം ഇങ്ങോട്ട് എന്താണ്? അടിച്ചു കയറുകയാണ് ചെയ്യുന്നത്, ഇരച്ച് കയറുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസ് കാരണം ഇവിടെ പ്രഷർ കുറവാണ്, ഇവിടെ പ്രഷർ കൂടുതലാണ്. ആ പ്രഷർ ഡിഫറൻസ് കാരണം ഈ ബീക്കറിൽ നിന്നും വാട്ടർ എന്താണ്? റഷ് ചെയ്ത് ഈ ഫ്ലാസ്കിലേക്ക് വരും. ക്ലിയർ ആയല്ലോ? അപ്പം എന്താണ്? ഈ വാട്ടറിൽ എന്തുണ്ട്? നമുക്കറിയാം വാട്ടറിൽ എന്താണുള്ളത്? ഫിനോഫ്തലിനുണ്ട് അല്ലേ. ഈ അമോണിയ വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. NH3 വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ. അമോണിയം ഹൈഡ്രോക്സൈഡ്, അതായത് NH4OH ആയിട്ട് മാറുന്നുണ്ട്. വാട്ടർ അമോണിയ ആയിട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട്. ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കലൈൻ ആണ് കേട്ടോ. ആൽക്കലൈൻ ആണ് കേട്ടോ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ബേസിക് സ്വഭാവമുള്ളതാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്, ആൽക്കലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം എന്താണ്? ഈ ഫിനോഫ്തലിൻ അവിടെ എന്താകുന്നുണ്ട്? പിങ്ക് ആവുന്നുണ്ട്. ടേൺസ് പിങ്ക് ഇൻ ആൽക്കലൈൻ സൊല്യൂഷൻ. ആൽക്കലൈൻ സൊല്യൂഷന് ഫിനോഫ്തലിൻ മിക്സ് ചെയ്ത വാട്ടർ എന്താകുന്നുണ്ട്? അത് പിങ്ക് ആവുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്ന ഈ കളർ ചേഞ്ചിന്റെ കാരണം എന്ന് പറയുന്നത്.
എക്സ്പെരിമെന്റ് മനസ്സിലായല്ലോ. നമ്മൾ ഈ അമോണിയയ്ക്കുള്ളിലേക്ക് വാട്ടർ ഇഞ്ചെക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഡിസോൾവ് ചെയ്തിരുന്നുണ്ട്. അത് അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട്. അമോണിയം ഹൈഡ്രോക്സൈഡ് ബേസിക് ആൽക്കലൈൻ ആണ്, അതായത് ബേസിക് സ്വഭാവമുള്ളതാണ്. അപ്പം വാട്ടർ പ്രഷർ ഡിഫറൻസ് കാരണം വാട്ടർ ഇതിലേക്ക് റഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, അത് കളർ ചേഞ്ച് ചെയ്യുന്നു. ഫിനോഫ്തലിനൂടെ ഉണ്ടല്ലോ, അപ്പോൾ എന്താണ്, കളർ അവിടെ ചേഞ്ച് ചെയ്യും. അതൊരു ഫൗണ്ടൻ ഫോമിൽ കാണപ്പെടും. മനസ്സിലാവുന്നല്ലോ. അപ്പം അമോണിയ എന്ന് നമ്മൾ ബേസിക് നേച്ചറാണെന്ന് പറഞ്ഞില്ലേ. അപ്പം അതും എന്താണ്, ഈ അമോണിയയുടെ ആ ബേസിക് നേച്ചറാണ് ഇവിടെ കളർ ചേഞ്ച് ഉണ്ടാവാനും കാരണം. അപ്പം ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അമോണിയ എന്താണ്, ഹൈലി സോളുബിൾ ഇൻ വാട്ടർ ആണ്, അതുപോലെ തന്നെ ബേസിക് ഇൻ നേച്ചർ ആണെന്ന് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. കളക്ട് അമോണിയ ഇൻ എ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. ഈ അപ്പാരറ്റസിന് നമ്മൾ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുക. ഡിപ്പ് ദ ജെറ്റ് ട്യൂബ് ഇൻ ദ ബീക്കർ കണ്ടെയ്നിങ് വാട്ടർ മിക്സ്ഡ് വിത്ത് ഫിനോഫ്തലിൻ. യൂസിങ് എ സിറിഞ്ച് ഇൻജെക്ട് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാട്ടർ ഇൻ ടു ദ ഫ്ലാസ്ക് കണ്ടെയ്നിങ് അമോണിയ. വാട്ട് യു ഒബ്സർവ്? എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഒബ്സർവേഷൻ എന്താണ് കാണാൻ സാധിക്കുന്നത്? വാട്ടർ റഷസ് റാപ്പിഡ്ലി ഇൻ ടു ദ ഫ്ലാസ്ക് എന്ന് പറയാം അല്ലേ. നമുക്ക് എന്ത് പറയാം? വാട്ടർ ഇവിടെ എഴുതാം കേട്ടോ. വാട്ടർ റഷസ്, വാട്ടർ റഷസ് റാപ്പിഡ്ലി കേട്ടോ. റഷസ് റാപ്പിഡ്ലി ഇൻ ടു ദ ഫ്ലാസ്ക് എന്ന് പറയാം. ഇൻ ടു ദ ഫ്ലാസ്ക്, ഫ്ലാസ്കിലേക്ക് വെള്ളം പെട്ടെന്ന് റഷ് ചെയ്ത് വരുന്നു. എങ്ങനെയാണ്? ത്രൂ ദ ജെറ്റ് ട്യൂബ് വഴി കേട്ടോ. ജെറ്റ് ട്യൂബ് വഴിയാണ് വരുന്നത്. വാട്ട് ക്യാൻ ബി ഇൻഫോർഡ് അബൌട്ട് ദ സോലുബിലിറ്റി ഓഫ് അമോണിയ ഇൻ വാട്ടർ? അമോണിയയുടെ സോലുബിലിറ്റിയെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? അമോണിയ ഈസ് ഹൈലി സോലുബിൾ ഇൻ വാട്ടർ എന്ന് പറയാം അല്ലേ. അമോണിയ എന്ത് പറയാം? അമോണിയ ഈസ് ഹൈലി, അമോണിയ ഈസ് ഹൈലി സോലുബിൾ കേട്ടോ. ഹൈലി സോലുബിൾ ഇൻ വാട്ടർ എന്ന് പറയാം അല്ലേ. വാട്ടറിൽ അമോണിയ എങ്ങനെയാണ്? ഹൈലി സോളുബിൾ ആണ്. വൈ ഡസ് വാട്ടർ റഷ് ഇൻ ടു ദ ഫ്ലാസ്ക്? ഫ്ലാസ്കിലേക്ക് റഷ് ചെയ്ത് വരാനുള്ള കാരണം എന്താണ്? അതവിടെ ഡിസോൾവ് ആവുന്നുണ്ട്. അമോണിയ ഡിസോൾവ് ആയിട്ട് എന്താണ്, അമോണിയം ഹൈഡ്രോക്സൈഡ് അവിടെ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം എന്താണ്, പ്രഷർ ഡിഫറൻസ് കാരണം എന്തായിട്ട് മാറുന്നുണ്ട്? അത് അങ്ങോട്ട് റഷ് ചെയ്ത് കയറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വൈ ഡസ് എ വാട്ടർ എൻ്റർ ഇൻ ദി ഫ്ലാസ്ക് ചേഞ്ച് ഇറ്റ്സ് കളർ? കളർ ചേഞ്ച് ചെയ്യാൻ കാരണം എന്താണ്? കളർ ചേഞ്ച് ചെയ്യാൻ കാരണം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെ, അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നത് ആൽക്കലൈൻ ആണ്. ദെൻ അത് ഫിനോഫ്തലിനാണ്. അതിനെ നമ്മൾ എന്താണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. അവിടെ ഫിനോഫ്തലിൻ മിക്സ് ചെയ്ത വാട്ടർ അല്ലേ. അപ്പോൾ എന്താണ്, അതിനത് കളർ ചേഞ്ച് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിയാൽ, യു നോ ദാറ്റ് ഫിനോഫ്തലിൻ ഈസ് ആൻ ഇൻഡിക്കേറ്റർ വിച്ച് ഈസ് കളർലെസ്. ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ആണ്, അത് കളർലെസ് ആണ് അല്ലേ. വെൻ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ന്യൂട്രൽ ഓർ അസിഡിക് സബ്സ്റ്റൻസ് ആൻഡ് ഗീവ്സ് പിങ്ക് കളർ വിത്ത് ആൽക്കലൈൻ സബ്സ്റ്റൻസ്. അത് ആൽക്കലൈൻ സബ്സ്റ്റൻസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറുന്നുണ്ട്? പിങ്ക് കളറായിട്ട് മാറുന്നുണ്ട്. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ വിച്ച് പ്രോപ്പർട്ടി ഓഫ് അമോണിയ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ചേഞ്ച് ഇൻ കളർ? ഏത് പ്രോപ്പർട്ടിയാണ്? ബേസിക് ഇല്ലേ. അമോണിയയുടെ ബേസിക് നേച്ചർ അല്ലെങ്കിൽ എന്താണ്, ആൽക്കലൈൻ അല്ലേ. ബേസിക് അല്ലെങ്കിൽ ആൽക്കലൈൻ നേച്ചറാണ് ഈ കളർ ചേഞ്ചിന് അവിടെ കാരണമായിട്ടുള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ഇൻഫറൻസ് എടുക്കാം? അമോണിയ ഈസ് ഹൈലി സോലുബിൾ ഇൻ വാട്ടർ അല്ലേ. അമോണിയയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു. അമോണിയ എങ്ങനെയാണ്? ഹൈലി സോലുബിൾ ഇൻ വാട്ടർ എന്ന് പറയാമല്ലേ. ഹൈലി സോലുബിൾ കേട്ടോ. ഹൈലി സോലുബിൾ ഇൻ വാട്ടർ, ജലത്തിൽ നല്ലോണം ലയിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് എന്താണ്? ബേസിക് ഇൻ നേച്ചർ എന്ന് പറയാം അല്ലേ. അമോണിയ എന്താണ്? ബേസിക് ഇൻ നേച്ചർ ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ നോക്കട്ടെ. വൈ ഡസ് ദ വാട്ടർ റഷ് ഇൻ ടു ദ ഫ്ലാസ്ക് എന്ന് പറഞ്ഞു. എന്താണ് അതിന് കാരണം? എന്താണ്? പ്രഷർ കുറയുന്നു അല്ലേ. പ്രഷർ ഡിക്രീസ് എന്ന് പറയാം. ഇൻസൈഡ് ദ ഫ്ലാസ്കിൽ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് വെള്ളം ഉള്ളിലോട്ട് കയറുന്നത്. വൈ ഡസ് ദ വാട്ടർ എൻ്റർ ഇൻ ദ ഫ്ലാസ്ക് ചേഞ്ചസ് ഇറ്റ്സ് കളർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? അമോണിയ ഡിസോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്നിട്ട് എന്താകുന്നുണ്ട്? അമോണിയ ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്, അതായത് ആൽക്കലൈൻ ഉണ്ടാകുന്നുണ്ട്. അമോണിയ നമുക്ക് എന്ത് ആൻസറായിട്ട് പറയാം? അമോണിയ കേട്ടോ. അമോണിയ dissolved in water കേട്ടോ. അമോണിയ dissolves in water, ദാറ്റ് ഈസ് ആൽക്കലൈൻ അല്ലേ. ആൽക്കലൈൻ ആവുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഫിനോഫ്തലിൻ ടേൺസ് പിങ്ക് ഇൻ ആൽക്കലൈൻ സൊല്യൂഷൻ. അതിവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫിനോഫ്തലിൻ എന്താണ്? വിച്ച് ഗീവ്സ് പിങ്ക് കളർ വിത്ത് ദ ആൽക്കലൈൻ സബ്സ്റ്റൻസ് എന്ന് എഴുതി കേട്ടോ. ഫിനോഫ്തലിൻ വിച്ച് ഗീവ്സ് പിങ്ക് കളർ വിത്ത് ആൽക്കലൈൻ സബ്സ്റ്റൻസ്. ഈ ഒരു കാര്യം ഇങ്ങോട്ട് അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അപ്പം ബേസിക് നേച്ചറുമാണ് മനസ്സിലായി. ഇനി നമ്മൾ പറഞ്ഞാൽ അമോണിയ ജലത്തിൽ ലയിച്ചുണ്ടാകുന്ന ഏതാണ്? അമോണിയ ഹൈഡ്രോക്സൈഡ് ആണെന്ന് പറഞ്ഞില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതാം? ഇതാ നോക്കിയാൽ, അമോണിയ ഹൈഡ്രോക്സൈഡ് ഈസ് എ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് വെൻ അമോണിയ ഡിസോൾവ്സ് ഇൻ വാട്ടർ.
അതിൻ്റെ കെമിക്കൽ ഫോമിൽ എങ്ങനെയാണ് NH3 ഇല്ലേ, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, അതിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? അമോണിയം ഹൈഡ്രോക്സൈഡ് കേട്ടോ, അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ആ അമോണിയം ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ്? ആൽക്കലൈൻ ആണ് കേട്ടോ, ആൽക്കലൈൻ ആണ്. മനസ്സിലായല്ലോ. അപ്പം അമോണിയ ഉപയോഗിച്ചുള്ള നമ്മളൊരു പരീക്ഷണം കണ്ടു. അതിൽ നമുക്ക് മനസ്സിലായി അമോണിയ എന്താണ്? ഹൈലി സോലുബിൾ ഇൻ വാട്ടർ ആണെന്ന് കണ്ടു. അതുപോലെ തന്നെ എന്താണ്? ബേസിക് നേച്ചർ ആണെന്നും കണ്ടു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ നോക്കാം കേട്ടോ. വ്യാവസായികമായിട്ട് അമോണിയ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. അമോണിയയുടെ വ്യാവസായികമായിട്ടുള്ള നിർമ്മാണത്തിന് പറയുന്ന പേരാണ് ഹേബർ പ്രോസസ് എന്നാണ് പറയുന്നത്. ഹേബർ പ്രോസസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹേബർ പ്രക്രിയ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന് പറയുന്ന പേരാണ് ഹേബർ പ്രോസസ് അല്ലെങ്കിൽ ഹേബർ പ്രക്രിയ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രോസസ്സിൽ നൈട്രജനും ഹൈഡ്രജനും കേട്ടോ, നൈട്രജനും ഹൈഡ്രജനുമാണ്. അത് റേഷ്യോ എങ്ങനെയാണ്? 1:3. നൈട്രജനും ഹൈഡ്രജനും 1:3 എന്താണ് അനുപാതത്തിൽ ആ റേഷ്യോയിൽ കമ്പൈൻ ചെയ്യും കേട്ടോ. കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലുമാണ്. മനസ്സിലാവും കേട്ടോ. നൈട്രജനും കേട്ടോ, നൈട്രജനും ഹൈഡ്രജനും 1:3 എന്നൊരു റേഷ്യോയിൽ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ സംയോജിപ്പിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്? കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് നമുക്ക് അമോണിയ ഉണ്ടാക്കുന്നത്. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ കേട്ടോ, നമ്മൾ ലബോറട്ടറിയിൽ കണ്ടു കേട്ടോ. ലബോറട്ടറിയിൽ നമ്മൾ ചെറിയ രീതിയിൽ കണ്ടു. വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഹേബർ പ്രോസസ്സ് വഴിയാണ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. അതായത് നൈട്രജനും ഹൈഡ്രജനും 1:2 റേഷ്യോയിൽ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? അമോണിയ ഉണ്ടാക്കുന്നത് കേട്ടോ. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഉൽപ്രേരകം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്പോഞ്ച് അയൺ ആണ് കേട്ടോ. അതൊക്കെ ചോദിക്കാം കേട്ടോ. ഹേബർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ്, അല്ലെങ്കിൽ അമോണിയ വ്യാവസായിക നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? അതാണ് സ്പോഞ്ച് അയൺ കേട്ടോ. സ്പോഞ്ച് അയൺ ഇതൊക്കെ എക്സാം പോയിന്റുകളാണ് കേട്ടോ. 1 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാം. സ്പോഞ്ച് അയൺ ആണ് ഹേബർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ്. ഹേബർ പ്രോസസ്സ് എന്ന് പറയുമ്പം ഓർത്തോളുക ഏതാണ്? അമോണിയയുടെ നിർമ്മാണമാണ് ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് സ്പോഞ്ച് അയൺ. അത് ഏതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ്? നൈട്രജനും ഹൈഡ്രജനും 1:3 എന്ന റേഷ്യോയിൽ. ഓക്കെ ആണല്ലോ. അത് ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലുമാണ്. ഇനി നോക്കിയേ, അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് എ സോഴ്സ് ഓഫ് നൈട്രജൻ. നമുക്കറിയാം നൈട്രജൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് എയർ ആണ്. പെട്രോളിയം പ്രൊഡക്ട്സ് ലൈക്ക് നാഫ്ത ആർ യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒബ്റ്റൈൻഡ് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഈസ് ഓൾസോ യൂസ്ഡ്. ഇപ്പം നൈട്രജനും ഹൈഡ്രജനും നമ്മൾ വേണമെന്ന് പറഞ്ഞു, അത് കമ്പൈൻ ചെയ്തിട്ടാണ് അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ നൈട്രജൻ്റെ പ്രധാന സോഴ്സ് ഏതാണ്? എയർ, അറ്റ്മോസ്ഫിയറിക് എയർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് പെട്രോളിയം പ്രൊഡക്റ്റ് നാഫ്ത കേട്ടോ. പെട്രോളിയം പ്രൊഡക്റ്റ് ആയ നാഫ്ത പോലുള്ള ഉൽപ്പന്നങ്ങളാണ് ഹൈഡ്രജൻ്റെ സ്രോതസ്സായിട്ട്. നമുക്ക് ഒരുപാട് വേണമല്ലോ ഹൈഡ്രജൻ, കുറച്ചൊന്നും പോലെ ഹൈഡ്രജൻ ഒരുപാട് വേണം. അപ്പോൾ എന്താണ് പെട്രോളിയം പ്രൊഡക്റ്റ് ആയിട്ടുള്ള നാഫ്ത പോലുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് നമ്മൾ ഹൈഡ്രജൻ എടുക്കുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഇലക്ട്രോളിസിസ് ഉണ്ടല്ലോ, വൈദ്യുത വിശ്ലേഷണം, അതുവഴി നമ്മൾ എന്താണ് ഹൈഡ്രജൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുവഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹൈഡ്രജൻ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പം ഈ നമ്മുടെ ഹേബർ പ്രോസസ്സ് വഴി അമോണിയ ഉണ്ടായി. ഈ ഇങ്ങനെ ഉണ്ടാകുന്ന അമോണിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ലിക്വിഫൈ ചെയ്യും. ഹൈ പ്രഷറിലും എന്താണ് അത് ലിക്വിഫൈ ചെയ്തിട്ട് അത് ലിക്വിഡ് അമോണിയ ആക്കിയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഹേബർ പ്രോസസ്സ് വഴി നമ്മൾ അമോണിയ ഉണ്ടാക്കി. ആ അമോണിയനെ എങ്ങനെയാണ് ഉയർന്ന മർദ്ദത്തിൽ, അതെങ്ങനെയാണ് ഗ്യാസ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഉയർന്ന മർദ്ദത്തിൽ എന്താണ് അവിടെ നോക്കിയാൽ ഹൈ പ്രഷറിൽ ലിക്വിഫൈ ചെയ്യും. എന്നിട്ട് ലിക്വിഡ് അമോണിയ ആയിട്ടാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. ലിക്വിഡ് അമോണിയ ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇതൊക്കെ പോയിന്റുകളാണ് കേട്ടോ. ദ അമോണിയ പ്രൊഡ്യൂസ്ഡ് ബൈ ഹേബർ പ്രോസസ് ഈസ് ലിക്വിഫൈഡ് അണ്ടർ ഹൈ പ്രഷർ ആൻഡ് സ്റ്റോർഡ് ആസ് ലിക്വിഡ് അമോണിയ. അത് ലിക്വിഡ് അമോണിയ ആയിട്ട് എന്താണ് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അമോണിയയുടെ ആ ഗാഢ ജലീയ ലായനിയുണ്ടല്ലോ, അമോണിയയുടെ ആ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അക്വസ് സൊല്യൂഷനെ നമ്മൾ പറയുന്ന പേരാണ് ലിക്കർ അമോണിയ എന്ന് പറയുന്നത്. ലിക്കർ അമോണിയ ഇപ്പോൾ ലിക്വിഡ് ഫോമിലേക്ക് ആക്കിയല്ലോ. ഗ്യാസിനെ നമ്മൾ ഹൈ പ്രഷറിൽ ലിക്വിഫൈ ചെയ്ത് ലിക്വിഡ് ഫോമിലേക്ക് ആക്കി. അപ്പോൾ അങ്ങനെ ഹൈ കോൺസെൻട്രേഷനിലായിട്ടുള്ള അക്വസ് എന്താണ് അമോണിയനെ നമ്മൾ പറയുന്ന പേരാണ് ലിക്കർ അമോണിയ എന്ന് പറയും കേട്ടോ. ലിക്കർ അമോണിയ ഈസ് എ കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ. ഇനി അമോണിയ ഗ്യാസ് ക്യാൻ ബി ഈസിലി ലിക്വിഫൈഡ് ബൈ അപ്ലൈയിങ് പ്രഷർ. നമ്മൾ കണ്ടു അമോണിയ ഗ്യാസ് നമുക്ക് ഈസി ആയിട്ട് ലിക്വിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഹൈ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ലിക്വിഫൈഡ് അമോണിയ ആർ നോൺ ആസ് ലിക്വിഡ് അമോണിയ. അങ്ങനെ ലിക്വിഫൈഡ് ചെയ്തിട്ടുള്ള അമോണിയനെ പറയുന്ന പേരാണ് ലിക്വിഡ് അമോണിയ എന്ന് പറയും. ലിക്വിഡ് അമോണിയ കേട്ടോ. അപ്പം അമോണിയയുടെ ഗാഢ കോൺസെൻട്രേഷൻ കൂടിയ അക്വസ് സൊല്യൂഷനെ നമ്മൾ എന്താണ് പറയുന്നത്? ലിക്കർ അമോണിയ എന്ന് പറയും. കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയനെ നമ്മൾ പറയുന്നത് ലിക്കർ അമോണിയ എന്നാണ്.
അതുപോലെ ലിക്വിഫൈഡ് ചെയ്ത അമോണിയ, നമ്മൾ ഹൈ പ്രഷറിൽ ലിക്വിഫൈ ചെയ്യുന്നുണ്ടല്ലോ, ആ ലിക്വിഫൈ ചെയ്ത അമോണിയനെ നമ്മൾ പറയുന്ന പേരാണ് ലിക്വിഡ് അമോണിയ എന്ന് പറയും. ലിക്വിഡ് അമോണിയ, മനസ്സിലായല്ലോ? അപ്പൊ ലിക്വിഡ് അമോണിയ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അമോണിയയുടെ യൂസസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂസസ് ഓഫ് അമോണിയ നോക്കിയേ, അതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ്, നോട്ട് ചെയ്യുക കേട്ടോ. ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് സച്ച് ആസ് അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ് ആൻഡ് യൂറിയ, ഇല്ലേ? നമ്മൾ പറഞ്ഞു കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ള അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ മുതലായിട്ടുള്ള രാസവളങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? റെഫ്രിജറൻ്റ് ആയിട്ട് കേട്ടോ, ശീതീകാരിയായിട്ട് റെഫ്രിജറൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് സച്ച് ആസ് നൈലോൺ ആൻഡ് റയോൺ, നൈലോണും റയോണും ഒക്കെ ഇല്ലേ, കൃത്രിമ നാരുകളാണ്, അവയുടെ നിർമ്മാണത്തിനും അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഇൻ ദ റിഫൈനിങ് ഓഫ് പെട്രോളിയം, പെട്രോളിയത്തിന്റെ ശുദ്ധീകരണം, പെട്രോളിയത്തിന് റിഫൈൻ ചെയ്തെടുക്കുന്നുണ്ടല്ലോ, അപ്പം അതിന്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എവിടെയാണ്? ആസ് ദ മെയിൻ റോ മെറ്റീരിയൽ ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ് ബൈ ഓസ്റ്റ്വേർഡ് പ്രോസസ്സ്, അതായത് നൈട്രിക് ആസിഡ് ഇല്ലേ, നൈട്രിക് ആസിഡ് വ്യവസായമായിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രോസസ്സാണ് ഓസ്റ്റ്വേർഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലെ പ്രധാന റോ മെറ്റീരിയൽ, അതിലെ പ്രധാന അസംസ്കൃത വസ്തുവായിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയാണ് അമോണിയയുടെ യൂസസ്. പോയിന്റുകളായിട്ട് തന്നെ എഴുതി വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഈ 5 പോയിന്റുണ്ട്, 5 പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഇനി അടുത്തൊരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതാ നോക്കുക. ടേക്ക് സം അമോണിയം ക്ലോറൈഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്, അമോണിയം ക്ലോറൈഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. പിന്നെ എന്താണ്? ആഡ് എ ലിറ്റിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഇൻ ദ ടെസ്റ്റ് ട്യൂബ്, അമോണിയം ക്ലോറൈഡ് എടുത്തു, അതിലേക്ക് എന്താണ് ആഡ് ചെയ്ത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ കളറും അതുപോലെ തന്നെ ആ ഉണ്ടാകുന്ന ഗ്യാസ് ഉണ്ടല്ലോ, അതിൻ്റെ മണവും ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ കളർലെസ് ആയിട്ടുള്ള ഒരു വസ്തുവായിരിക്കും ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡും ആണ് എടുത്തത് കേട്ടോ. അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഉണ്ടാകുന്ന കളർലെസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതിൻ്റെ സ്മെല്ല് ഓർഡർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പഞ്ചൻ്റ് സ്മെല്ലായിരിക്കും, രൂക്ഷ നിറവുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ പറയുകയാണ്, ഒരു മോയ്സ്ചർ ആയിട്ടുള്ള റെഡ് ലിറ്റ്മസ് പേപ്പർ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. മനസ്സിലാവുന്നല്ലോ? എന്നിട്ട് ടെസ്റ്റ് ട്യൂബിനെ നമ്മൾ ഹീറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലിറ്റ്മസ് പേപ്പർ കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റെഡ് ലിറ്റ്മസ് പേപ്പർ ആണ് കൊണ്ടുവന്നത്, അത് റെഡ് എന്തായിട്ട് മാറും? ബ്ലൂ ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് എന്താണ്? ഈ ടെസ്റ്റ് ട്യൂബിനെ നമ്മൾ ഹീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് ചൂടാക്കുക. എന്നിട്ട് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്തേക്ക് ഒരു ഗ്ലാസ് റോഡ് കൊണ്ടുവരിക. ഗ്ലാസ് റോഡ് എങ്ങനെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിപ്പ് ചെയ്ത ഒരു ഗ്ലാസ് റോഡ് കൊണ്ടുവരാൻ വേണ്ടി ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്തേക്ക്. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു വൈറ്റ് ഫ്യൂംസ് നമുക്കവിടെ കാണാൻ സാധിക്കും. വൈറ്റ് ഫ്യൂംസ്, അതായത് പുക കേട്ടോ, വൈറ്റ് ഫ്യൂംസ് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വൈറ്റ് ഫ്യൂംസ് അവിടെ ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കും. ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ, നിങ്ങളുടെ സ്കൂളിൽ ടീച്ചറിൻ്റെ ഒക്കെ സഹായത്തോടെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? അമോണിയം ക്ലോറൈഡ് എടുത്തു, അതിലേക്ക് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു കളർലെസ് ആയിട്ടുള്ള ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അതിനൊരു പഞ്ചൻ്റ് ആയിട്ടുള്ള സ്മെല്ലും ആയിരിക്കും. ദെൻ അതിൻ്റെ വായ്ഭാഗത്തേക്ക് നമ്മൾ നനച്ച ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ കൊണ്ടുവരുമ്പോൾ അത് ബ്ലൂ ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ പിന്നെ എന്താണ്? ഒരു ഗ്ലാസ് റോഡ്, ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മുക്കിയ ഒരു ഗ്ലാസ് റോഡ് കൊണ്ടുവരുമ്പോൾ ഒരു വൈറ്റ് ഫ്യൂംസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അടുത്തൊരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എഴുതാനാണ് ഈ ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഞാൻ നോക്കിയാൽ കളർ ഓഫ് ദി ഗ്യാസ് പ്രൊഡ്യൂസർ, ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ കളർ ഏതാണ്? ഞാൻ പറഞ്ഞു അല്ലേ, കളർലെസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് അവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഓർഡർ ഓഫ് ദി ഗ്യാസ് ഏതാണ്? ഒരു പഞ്ചൻ്റ് സ്മെല്ലായിരിക്കും ഇല്ലേ, പഞ്ചൻ്റ് സ്മെല്ലായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കളർലെസ് പഞ്ചൻ്റ് ഗ്യാസ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അമോണിയാണ് അവിടെ ഉണ്ടായത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ, അമോണിയാണ് അവിടെ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ പിന്നെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ചേഞ്ച് ഇൻ കളർ ഓഫ് ദ മോയ്സ്റ്റ് റെഡ് ലിറ്റ്മസ് പേപ്പർ വെൻ ഷോയിങ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്തായിട്ട് മാറുന്നുണ്ട്? റെഡ് ലിറ്റ്മസ് പേപ്പർ എന്താണ്? ബ്ലൂ ആയിട്ട് മാറുന്നുണ്ട്. റെഡ് ഇല്ലേ, റെഡ് ബിക്കംസ് എന്തായിട്ട് മാറുന്നുണ്ട്? ബ്ലൂ ആയിട്ട് മാറുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ, ആദ്യമേ കണ്ടതാണ്. അതിൻ്റെ
അതെന്തുകൊണ്ടാണ് അമോണിയാണ് അവിടെ ഉണ്ടായത് നമ്മൾ കണ്ടു അല്ലേ, ബേസിക് നേച്ചറാന്ന് കണ്ടു. നേച്ചർ ഓഫ് ദ ഗ്യാസ് പ്രൊഡ്യൂസർ, അതിന്റെ നേച്ചർ ഏതാണ്? ബേസിക് നേച്ചറാണ് അല്ലേ, ബേസിക് നേച്ചറാന്ന് കണ്ടു. ഇനി വാട്ട് ഡിഡ് യു ഒബ്സർവ് വെൻ ദ ഗ്ലാസ് റോഡ് ഡിപ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മുക്കിയ ഒരു ഗ്ലാസ് റോഡ് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? വൈറ്റ് ഫ്യൂംസ് കേട്ടോ, വൈറ്റ് ഫ്യൂംസ് കേട്ടോ, വെള്ള നിറത്തിലുള്ള പുക നല്ലോണം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തിക്കായിട്ടുള്ള വൈറ്റ് ഫ്യൂംസ് ആണ് വരുന്നത് കേട്ടോ. Then write the chemical equation of this reaction. റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. NH3 ആണ് അവിടെ ഉണ്ടായത് കേട്ടോ. അതായത് അവിടുത്തെ ഇക്വേഷൻ ഏതാണ്? അമോണിയം ക്ലോറൈഡ്, NH4Cl ആണ് അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡും ആണല്ലോ. അത് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? അമോണിയ ഗ്യാസ് അവിടെ ഇവോൾവ് ചെയ്യുന്നുണ്ട്, അമോണിയ അവിടെ ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വാട്ടർ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡും അവിടെ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പം ആ ഉണ്ടായ അമോണിയ കോൺസെൻട്രേറ്റ് HCl-ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? വൈറ്റ് ഫ്യൂംസ് ആണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവിടെ പിന്നെ എന്താണ്? NH4Cl തന്നെയാണ് ഉണ്ടാകുന്നത്. അതായത് NH4Cl ഏതാണ്? അമോണിയം ക്ലോറൈഡ് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലേ? ഈ ഉണ്ടായ അമോണിയ ഉണ്ടല്ലോ, അമോണിയം HCl മുക്കിയത് കൊണ്ടുവരുമ്പോൾ എന്താണ്? നമുക്ക് വൈറ്റ് ഫ്യൂംസ് ഉണ്ടാകുന്നുണ്ട്. അതായത് തിരിച്ച് NH4Cl തന്നെ ഉണ്ടാകുന്നത്. അതായത് അമോണിയം ക്ലോറൈഡ് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അമോണിയം ക്ലോറൈഡ് ഉപയോഗിച്ച് നമ്മൾ അമോണിയ ഉണ്ടാക്കി ഇല്ലേ? പിന്നെ ഈ അമോണിയ പിന്നെ HCl-ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പിന്നെ അവിടെ എന്താ ഉണ്ടാകുന്നുണ്ട്? അമോണിയം ക്ലോറൈഡും ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രവർത്തനത്തിന് നമ്മളൊരു പേര് പറയും. അതായത് ഉഭയദിശാ പ്രവർത്തനങ്ങൾ എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയും കേട്ടോ, റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇതത്ര ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അമോണിയയുടെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ അമോണിയയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓർത്തിരിക്കുക, അമോണിയ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് കളർലെസ് ആണ്, പഞ്ചന്റ് സ്മെല്ലാണ്. അത് എന്താണ് സംഭവിക്കുന്നത്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ എഴുതിയത് തെറ്റിപ്പോകുന്നു. ടേൺസ് റെഡ് ആണ് കേട്ടോ, റെഡിനെ ബ്ലൂ ആക്കുന്നതാണ് കേട്ടോ. ഇവിടെ എഴുതിയത് ശരിയാണ്, ഇവിടെ വന്നപ്പോൾ മാറിപ്പോയി കേട്ടോ. ടേൺസ് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആയിട്ട് മാറ്റുവാണ് കേട്ടോ. എഴുതി വന്നപ്പം ഒന്ന് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പം റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നുണ്ട്. ബേസിക് നേച്ചർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്നാണ് നമ്മൾ പറഞ്ഞത്? ബേസിക് നേച്ചർ ആണ്, ഹൈലി സോലിബിൾ ആണെന്ന് കണ്ടു ഇല്ല? അതിൻ്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ കണ്ടു. ലബോറട്ടറിയിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് കണ്ടു. ഇവിടെ കളർ ചേഞ്ച് ഉണ്ടാകാനുള്ള കാര്യങ്ങളും റീസണും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ ഇൻഡസ്ട്രിയലായിട്ട് നിർമ്മിക്കുന്നതിന് ഹേബർ പ്രോസസ്സ് എന്നാണ് പറഞ്ഞത്. അത് ഏതൊക്കെ റേഷ്യോയിലാണെന്ന് മനസ്സിലായി. ഹൈഡ്രജനും നൈട്രജനുമാണ്. അത് ലിക്വിഫൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നുണ്ട്. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അക്വ സൊല്യൂഷൻ ഓഫ് അമോണിയനെ നമ്മൾ ലിക്വർ അമോണിയ എന്നും പറയുന്നുണ്ട്. പിന്നെ എന്താണ്? യൂസസ് ഓഫ് അമോണിയ പോയിന്റുകൾ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ മറ്റൊരു എക്സ്പെരിമെൻ്റ് ആണ് കണ്ടത്. ഈ എക്സ്പെരിമെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അമോണിയ പിന്നെയും HCl-ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്? അമോണിയം ക്ലോറൈഡുമായിട്ട് മാറുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. കൃത്യമായിട്ട് വായിച്ച് തന്നെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അമോണിയനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്